അതെ, ഇപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞ മാതിരി നമ്മൾ പെണ്ണുങ്ങളെ നമ്മളെ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ, മനസ്സിലായോ? അവർ വീട്ടിൽ പോയി തന്നെ പ്രതികരിക്കണം, വിളിച്ചിറക്കി പ്രതികരിക്കണം. അവന്മാരെ നമ്മൾ പിന്നെ നേരിട്ട് ഫോണിലൂടെ പ്രതികരിച്ച് അവന്മാരെ നമ്മളെ തെറിയ വിളിക്കൽ, മനസ്സിലായോ? നീ പൊടി, നീ ആരാടി, ഏതവളാന്നാടി നിൻ്റെ ചിന്ത, നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നേരെ വീട്ടിൽ പോവുക. വീട്ടിൽ പോകുമ്പോൾ അവന്മാർക്ക് പേടി കൊടുക്കും, മനസ്സിലായോ? പുറത്തോട്ട് വാടാന്ന് പറയും, നല്ല കൊടുക്കുക, മനസ്സിലായോ? നമ്മളിങ്ങനെ ഓരോ പെണ്ണുങ്ങളും പ്രതികരിച്ച് തുടങ്ങണം. ഇല്ലെങ്കിൽ ഇവർ വിചാരിക്കും നമ്മൾ സൈലൻ്റ് ആയിട്ടിരുന്ന ഇവർ രസമെന്നേ എപ്പോഴും വിചാരിക്കുള്ളൂ. നിങ്ങൾ കല്യാണം കഴിഞ്ഞോ, അയ്യോ ഇനി ആരെങ്കിലും അറിയോ, പേടിക്കോ? കെട്ടിയവൻ അറിയാണ്ട് ഹാൻഡിൽ ചെയ്താൽ മതി, മനസ്സിലായോ? കെട്ടിയവൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ആയിരിക്കില്ല സീന, നിങ്ങൾക്ക് കുറേ കേസായി വഴക്കായി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവന്മാരെ നമ്മൾ തന്നെ അങ്ങ് ഹാൻഡിൽ ചെയ്ത് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. എല്ലാവർക്കും പറയുമ്പോൾ പേടി. എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അവൾ മുട്ടിട്ട് പറയ്ക്കുക, മനസ്സിലായോ? അയ്യോ നിനക്ക് പേടി, നീ എന്തിനാടി, നിനക്ക് ഇവിടെ നിന്ന് കിട്ടിയടി ധൈര്യം വീട്ടിൽ പോകാനായിട്ട്. ഞാൻ പറഞ്ഞു എന്താ ധൈര്യം ഇല്ലാത്തതെന്ന് ചോദിച്ചു. ധൈര്യം വേണം ഓരോരുത്തർക്കും. അപ്പോൾ പിന്നെ അവൾക്ക് ധൈര്യം, ശരിയാ, ഇനിയും നീ അടി ധൈര്യം. ഞാൻ പറഞ്ഞു ഞാൻ മുന്നേ വരാം, നീ ബാക്കിൽ നിന്ന് വന്നായി എന്ന് പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ പറയാം, എല്ലാവർക്കും അറിയാം എനിക്ക് ധൈര്യം കുറച്ച് കൂടുതൽ തന്നെയാണ്. പിന്നെ ഒന്നുമില്ലെങ്കിൽ ഞാനും കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് വന്നത് തന്നെയാണ്, മനസ്സിലായോ? നേരം വെളുക്കുമ്പോൾ അന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് വെറുത്ത് വരുന്നത്. നേരം വെളുക്കുമ്പോൾ തുടങ്ങും, എൻ്റെ ദൈവമേ, ഈ വെളുപ്പാങ്കാലം മുതലും തുടങ്ങും ആൾക്കാരുടെ വീട്ടിലെ ക്യൂ, ഓരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യലും പിടിക്കലും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അന്നൊക്കെ കമ്മ്യൂണിസ്റ്റിനോട് എനിക്ക് എതിരായിരുന്നു. കാരണം നമ്മളെ ശല്യം നമ്മളെ ഉറക്കം പോവുകയാണ്. പാതിരാത്രി ആയാലും പോവില്ല എന്ന് നിങ്ങളെ ഓരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന വീട്ടിൽ ഇത് കണ്ടുകൊണ്ടേയിരിക്കുന്നു നമ്മൾ, മനസ്സിലായോ? അപ്പോൾ എൻ്റെ വിചാരം എന്താ പറയുക, പാട്ടാരങ്ങൾ നിങ്ങൾ എപ്പം നോക്കിയാലും വീട്ടിൽ നമുക്ക് ധൈര്യമില്ല എന്നൊക്കെ ഉള്ളൊരിതിലാണ്. പിന്നെ പിന്നെ അങ്ങനെ രാഷ്ട്രീയം പറയുന്നതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ രണ്ടുമാരും കമ്മ്യൂണിസ്റ്റുകാരന്മാരാണ്, ഞാനും കമ്മ്യൂണിസ്റ്റ് തന്നെ, മനസ്സിലായ? എന്ന് വെച്ച് ഞാൻ അഡിക്ഷനൊന്നുമല്ല, ഒരു പാർട്ടിക്ക് ഞാൻ അഡിക്ഷനല്ല. ഞാൻ ആ നാട്, ഇപ്പോൾ ഈ കോൺഗ്രസ്സാണ് നമ്മളെ നാട് ഭരിക്കുന്നതെങ്കിൽ ആ ആളെ റെസ്പെക്റ്റ് ചെയ്യും. ഞാൻ കമ്മ്യൂണിസ്റ്റ് തന്നെയാണെങ്കിലും ആൾക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഞാൻ കൊടുക്കും. BJP ഭരിച്ചാലും ശരി, ആൾക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കും. നമ്മളെല്ലാവരും അങ്ങനെ ഇനി ആയിരിക്കണമെന്നാണ് എൻ്റെ ഇത്. എന്തായാലും അവരെല്ലാം 5 കൊല്ലം ഭരിക്കേണ്ടത്, കേരളം ഭരിക്കേണ്ടത് 5 കൊല്ലം അവരല്ലേ. അപ്പം നമ്മൾ 5 കൊല്ലം അവരെ സഹിച്ചേ പറ്റുള്ളൂ, അവരുടെ റെസ്പെക്റ്റ് കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളെ സ്കൂളിൽ, നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ ഏത് പ്രിൻസിപ്പൾ വന്നാലും അവർക്ക് കൊടുക്കാൻ റെസ്പെക്റ്റ് കൊടുത്തല്ലേ പറ്റുള്ളൂ. അല്ല ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ പറഞ്ഞു വന്നത്, നിങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും പ്രതികരിക്കണം. കെട്ടിയവൻ അറിയാണ്ട് തന്നെ പ്രതികരിച്ചാൽ മതി കേട്ടോ. അവന്മാരൊന്നും ആരോട് പറയാൻ പോകുന്നില്ല, എൻ്റെ അടി